ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മാമ്പഴക്കാലം തുടങ്ങിയാൽ പിന്നെ മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ മാമ്പഴ പുളിശ്ശേരി. സാധാരണ പുളിശ്ശേരിയിൽ നിന്ന് വ്യത്യസ്തമായി നല്ല പുളിയുള്ള പുളിമാങ്ങ വെച്ച് എങ്ങനെയാണ് ഒരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നല്ല മധുരവും പുളിയും എരിവും ഒക്കെ പാകത്തിന് നിൽക്കുന്ന ഈ റെസിപ്പി എങ്ങനെയെന്ന് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പുളിമാങ്ങക്ക് കാട്ടുമാങ്ങ, മുട്ടിക്കുടിയൻ മാങ്ങ എന്ന് പല പേരിലുമാണ് കാട്ടുമാങ്ങ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ പുളിമാങ്ങ എന്നും മുട്ടിക്കുടിയൻ മാങ്ങ എന്നൊക്കെയാണ് ഈ മാങ്ങയെ പറയുന്നത്. ഇത് കുഞ്ഞു കുഞ്ഞു മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് കറി വെക്കാൻ വേണ്ടി നല്ല കഴുകി വൃത്തിയാക്കിയ മാങ്ങ തൊലി കളഞ്ഞെടുക്കാം. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റിയിൽ ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2-3-4 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിരുന്ന് ഒന്ന് വേവട്ടെ. അത് വേവുമ്പോഴത്തേനും നമുക്ക് ഒരു നാളികേരത്തിൻ്റെ മുറി എടുത്ത് അരക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള ഈസി റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. ഇത് നമുക്ക് അടച്ചു വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കാം. നല്ലവണ്ണം ഒന്ന് മാങ്ങ ഒക്കെ വറ്റി തിളച്ച് അതിലെ എസൻസൊക്കെ നമ്മുടെ കറിയിലേക്ക് പിടിക്കട്ടെ. ഒരു മുറി തേങ്ങ ചിരുവിയ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് കുരുമുളകാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മോരാണ് ഒഴിക്കേണ്ടത്. ഒരിക്കലും വെള്ളത്തിൽ ഇത് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒരു തിക്നെസ് ഉണ്ടാവില്ല. നമ്മളിത് മാങ്ങ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ തേങ്ങ മോരിൽ തന്നെ അരച്ചെടുക്കണം. ഇനി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിൽ തേങ്ങയും ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മിക്സി ചുഴറ്റിയിട്ട് അതിലെ കുറച്ച് വെള്ളം കൂടി ഞാൻ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ്ടോ ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല ലൂസും അത്യാവശ്യത്തിന് കട്ടിയുമായിട്ടുള്ള നല്ലൊരു പാകമായിട്ടുണ്ട് നമ്മുടെ കറി. ഇതിലേക്ക് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിന് കോക്കനട്ട് ഓയിലാണ് ഞാൻ കുറച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നല്ലവണ്ണം മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഒരു 2-3-4-5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതും എല്ലാം കൂടി നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ഇളക്കി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വറവ് മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ശരിയായിട്ടുണ്ട്. ഇതുപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാമ്പഴ പുളിശ്ശേരി ഒരിക്കലും ഫ്ലോപ്പ് ആവുകയില്ല കേട്ടോ. ഈ മാമ്പഴ പുളിശ്ശേരി ചോറിലൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മാമ്പഴ പുളിശ്ശേരി നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റുമാണ് ഇതിന്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ മണപ്പോൾ തന്നെ വീട് മുഴുവൻ പരന്നിട്ടുണ്ട് കേട്ടോ. ചൂട് ചോറിനോടൊപ്പം ഈ ഒരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം. അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.